റിജു നോക്കൂ, ഈ മലപ്പുറത്ത് ഇന്ന് നടക്കാനിരിക്കുന്ന കോയ സ്കോളിംഗ് പരിപാടിയുടെ വാർഷികത്തിനെതിരെ വലിയ ഭീഷണിയുമായി ഒരു വിഭാഗം രംഗത്തെത്തുകയാണ്. അപ്പോൾ ഇതേ ആളുകൾ തന്നെയാണ് മലപ്പുറത്തെ കുറ്റം പറയാൻ പാടില്ല, അല്ലെങ്കിൽ മലപ്പുറം ഒരു വിശുദ്ധ ദേശമാണെന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ, ആ പ്രചരണം നടത്തുന്നവർ തന്നെ ഇപ്പോൾ നോക്കൂ ഈ സംവാദ പരിപാടിയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തുന്നു. അതിനെതിരെ ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നു, പരിപാടിക്ക് എത്തുന്ന ആളുകളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ എങ്ങനെയാണ് ഈ വളരെ ഗുരുതരമായ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഇത് ശരിക്കും വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ്. ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വിദേശത്തു നിന്നുള്ള ആളുകൾ, പല ഭാഗത്തുള്ള ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തിനാണ് ഈ പരിപാടിയെ ഇത്ര കണ്ട് ഭയക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇത് അനൗൺസ് ചെയ്ത അന്ന് മുതൽ ഞങ്ങളുടെയൊക്കെ ഫോണിലേക്കും വാട്സാപ്പിലേക്കും ഫേസ്ബുക്കിനടിയിലും നിരന്തരമായി തെറിവിളികൾ തുടർച്ചയായി വരികയാണ്. അവിടെ തിരൂരിലാണ് പരിപാടി നടക്കാനിരുന്നത്. ആ തിരൂരിൽ ഇറങ്ങിയാൽ ആരിഫ് ഹുസൈന്റെ കാല് വെട്ടുന്നൊക്കെ പരസ്യമായി കമന്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോയത് പോലീസിന്റെ ഒരു നിലപാടാണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടി നിലനിൽക്കുന്ന, അതിനൊക്കെ വേണ്ടി ഘോരഘോരം ബാധിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അങ്ങനെയാണെങ്കിൽ അതിന് സംരക്ഷണം കൊടുക്കുകയാണല്ലോ പോലീസ് കൊണ്ട്. പക്ഷെ പോലീസും ഇവിടെ ഒരു അഴകുഴമ്പൻ നിലപാടാണ് എടുത്ത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളിതിൽ സ്വയം സമാധാനപ്പെട്ട് പോകണം എന്നുള്ള ലൈനിലാണ് പോലീസ് എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നടത്തിക്കോ, ഞങ്ങൾ സംരക്ഷണം തരും എന്നുള്ള ഒരു ശക്തമായ വാക്കൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വലിയൊരു കടന്നുകയറ്റാണ്. ഇവിടെ എല്ലാ ആളുകൾക്കും പരിപാടി സംഘടിപ്പിക്കാം. ഇവിടെ നമുക്ക് കാണാം, ഈ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെ ഉള്ള ആളുകൾ, മതപ്രഭാഷകര് പലരും, ഷാക്കിർ നായിക്ക് പണ്ട് വന്ന് പ്രസംഗിച്ചു പോയിട്ടുണ്ട് കോഴിക്കോടൊക്കെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വലിയ ബോർഡുകൾ വെച്ചാണ് കോഴിക്കോട് അന്ന് ഷാക്കിർ നായിക്കിന് സ്വാഗതം എത്തിയത്. അതുപോലെ എല്ലാവിധ ആളുകൾക്കും ഇവിടെ പ്രസംഗിച്ചു പോകാം. ഇവിടെ മതവിമർശനം എന്ന് പറയുന്ന ഒരു സാധനം, പ്രത്യേകിച്ച് ഇസ്ലാമിക വിമർശനം വരുമ്പോൾ മാത്രം ഇവര് അടിമുടി വിറയ്ക്കുകയും ബേജാറാവുകയും ചെയ്യാണ്. ഒരു കൂട്ടം ആളുകൾ ഇതിനെ ആക്രമിച്ചാൽ അതിന് സ്റ്റേറ്റ് എന്ത് നിലപാടെടുക്കുന്നതാണ്. പോലീസ് എന്തിനാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഒരു പബ്ലിക്കായ ഒരു പ്ലാറ്റ്ഫോമിൽ പരസ്യമായി നടത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് മാത്രം നാണക്കേടാണ് സമൂഹത്തിന് ഉണ്ടാകുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ നമ്മൾ കുഴിച്ചു മൂടുകയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ റിജു, ഈ പരിപാടി ഇപ്പോൾ മാറ്റിവെച്ചതായി മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് വീണ്ടും മലപ്പുറത്ത് നടത്താൻ ഉദ്ദേശമുണ്ടോ? അതിന്റെ തുടർ നീക്കങ്ങൾ എന്താണ്? തുടർ നീക്കങ്ങൾ കോഴിക്കോട്ടേക്ക് മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കോഴിക്കോട് കുറച്ചുകൂടി നമ്മൾക്ക് ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ മാത്രമല്ല, ഇത്രയും സുരക്ഷാ പ്രശ്നങ്ങളൊന്നും കോഴിക്കോട് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ എവിടെ പോയാലും ഈ പരിപാടിക്ക് ഭീഷണി ഉണ്ടാവും. ഞങ്ങളൊക്കെ പണ്ട് മുതലേ ഭീഷണികൾ ഉണ്ടാവാറുണ്ട്. ആരിഫ് ഹുസൈനെ ഇടക്കിടക്ക് ഭീഷണി ഉണ്ടാവാറുണ്ട്. അന്നൊക്കെ പോലീസിന്റെ ഒരു നിലപാടാണ് ഞങ്ങൾ അത്ഭുതപ്പെടുന്നത്. അന്നൊക്കെ പോലീസ് അതിനെതിരെ ശക്തമായി നടപടിയൊക്കെ എടുത്തിരുന്നു. ഇപ്പോഴെന്താ അറിയില്ല, ഈ ഭരണമാറ്റം ഉണ്ടായ സാഹചര്യത്തിലാണോ എന്ന് നമുക്കൊരു സംശയം വരുന്നുണ്ട്. ഇതിലൊന്നും പോലീസ് ഒരു ആക്ഷനും എടുക്കാറില്ല. പോലീസ് തന്നെ പേടിച്ച മാതിരിയാണ് നിൽക്കുന്നത്. അപ്പോ ഇങ്ങനെ വരുന്ന പച്ചക്ക് വെട്ടും കുത്തും എന്ന് പറഞ്ഞാണ് പോസ്റ്റ് ഇടുന്നത്. അതിന്റെ അടിയിൽ വരുന്ന ആരിഫ് ഹുസൈന്റെ പോസ്റ്റിന്റെ അടിയിൽ വന്ന സ്ക്രീൻഷോട്ടുകളൊക്കെ സമാഹരിച്ച് അദ്ദേഹം വേണ്ട ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റിലൊക്കെ പരസ്യമായി പറയാണ്. പിന്നെ പലരും ഈ ഭരണമാറ്റം ചൂണ്ടിക്കാട്ടി തന്നെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ട്. ഇതുവരെയുള്ള എന്റെ കളികളൊക്കെ തീർന്നടാ, ഇനി അങ്ങോട്ട് ഞങ്ങൾ ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ. അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രമുഖമായ ഒരു കക്ഷി അധികാരത്തിലുണ്ട്, അത് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇത് കേരളം അനുഭവിക്കാൻ പോകുന്ന വലിയൊരു വിപത്തിന്റെ ടെസ്റ്റ് ഡോസ് ആണ്. ഇതൊരു ടെസ്റ്റ് ഡോസായി നമ്മൾ എടുത്താൽ മതി. അതായത് ഞങ്ങൾക്ക് അധികാരമുണ്ട്, എല്ലാ മതമൗലികവാദികളെയും ഞങ്ങൾ സംരക്ഷിക്കും എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് ഒരു ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. ഓക്കെ ശ്രീ റിജു, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്